ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ചിന്തിക്കുവാൻ വേണ്ടി ദൈവം തരുന്ന തിരുവചനം, നമ്മുടെ ദൈവം ജനങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാണ്. ദൈവം സ്നേഹിക്കുന്ന ദൈവമാണ്, സ്നേഹനിധിയായ ദൈവമാണ്. ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 3-ാം വചനം നമ്മൾ വായിക്കുമ്പോൾ, ദൈവം ജനത്തെ സ്നേഹിക്കുന്നു, അവൻ്റെ സകല വിശുദ്ധന്മാരും തൃക്കൈയിലിരിക്കുന്നു. നോക്കിക്കേ, ദൈവത്തിൻ്റെ ജനം എങ്ങനെയായിരിക്കണം? വിശുദ്ധരായിരിക്കണം. ദൈവത്തിൻ്റെ ജനത്തെ ദൈവം സ്നേഹിക്കുന്നു. ദൈവത്തിൻ്റെ ജനത്തിൽ നിന്ന് വിശുദ്ധി പ്രാപിച്ച് വരുന്ന മനുഷ്യരെ ദൈവം തൃക്കൈയിൽ വഹിക്കുന്നു എന്ന് ദൈവവചനം പറയുന്നു. അതുകൊണ്ട് ആ വിശുദ്ധന്മാർ തൃക്കാൽക്കൽ ഇരുന്ന് അവൻ്റെ തിരുവചനങ്ങളെ പ്രാപിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ജനത്തെ ദൈവം സ്നേഹിക്കുന്നു. ദൈവം സ്നേഹിക്കുന്ന ജനങ്ങൾ വിശുദ്ധരാകുമ്പോൾ ആ വിശുദ്ധന്മാരെ തൃക്കൈയിൽ വഹിക്കുന്നു. ഈ തൃക്കൈയിൽ വഹിക്കുന്ന വിശുദ്ധന്മാർ ദൈവത്തിൻ്റെ തൃക്കാൽക്കൽ ഇരുന്നു കൊണ്ട് അവൻ്റെ തിരുവചനങ്ങൾ പ്രാപിക്കുന്നു. അപ്പോൾ നാം എങ്ങനെയുള്ള ജനമാണ് എന്ന് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്തേ. നാം ദൈവജനമാണ്, എന്നാൽ വിശുദ്ധിയില്ല എങ്കിൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ എടുക്കില്ല. നമ്മുടെ കഷ്ടപ്പാടുകൾ, ദുഃഖങ്ങൾ, ഭാരങ്ങൾ വരുമ്പോൾ അവൻ നമ്മെ കൈകളിൽ എടുക്കണമെങ്കിൽ, നമ്മെ സ്നേഹിക്കണമെങ്കിൽ, നമ്മെ യഥാർത്ഥമായും അവൻ നമ്മെ വഹിക്കണമെങ്കിൽ നാം വിശുദ്ധരായിരിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അധികം ദൈവത്തിൻ്റെ സ്നേഹം പ്രാപിക്കുവാൻ വിശുദ്ധിയിൽ ജീവിച്ച് നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാം. ദൈവം നമ്മെ സ്നേഹിക്കുമാറാകട്ടെ. ആമേൻ.